ലൈവിൽ ഇപ്പോൾ വമ്പൻ ട്വിസ്റ്റുകളാണ് സംഭവിച്ചിരിക്കുന്നത്. അനീഷിനെ മഹാരാജാവാക്കിയിരിക്കുകയാണ്. സ്വേച്ഛാധിപതിയായ നെവിന് ഉറക്കം വരുന്നതുകൊണ്ട് താൻ ഉറങ്ങി എഴുന്നേൽക്കുന്നതുവരെ സർവ്വാധികാരവും അനീഷിനാണ് എന്ന് പറഞ്ഞ് അനീഷിന് അധികാരം കൊടുത്തിരിക്കുകയാണ്. അധികാരം കിട്ടിയ ഉടൻ തന്നെ അനീഷ് അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് യെസ് ഞാനാണ് ഈ വീടിൻ്റെ സർവാധികാരി എന്ന് പറഞ്ഞ് പട്ടി ഷോ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ രേണു ആ വഴിക്ക് വരുന്നുണ്ട്. അപ്പോൾ രേണുവിനോട് ചോദിക്കുന്നുണ്ട്, അയൽ രാജ്യത്തെ നർത്തകി എന്തിനാ ഈ വഴിക്ക് വരുന്നത്? അപ്പോൾ രേണു പറയുന്നുണ്ട്, ഞാൻ രാജാവിനെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതായിരുന്നു എന്ന് പറഞ്ഞ് രാജാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, നിക്ക് പോകാൻ വരട്ടെ, അദ്ദേഹം രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ കിടക്കുകയാണ്, എപ്പോൾ തട്ടിപ്പോകുന്ന ആർക്കും അറിയത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ രാജാവിനെ കാണാം. പുതിയ രാജാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ തന്നെയാണെന്ന് അനീഷ് പറയുന്നു. അത് കഴിഞ്ഞ് അനീഷ് ഒരു ഓർഡർ ഇടുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഇവിടം വരെ വന്നതല്ലേ, ഒരു നൃത്തം കാഴ്ചവെക്കൂ, അക്ബർ ഒരു പാട്ടും പാടൂ എന്ന് പറയുന്നു. അങ്ങനെ അക്ബറിൻ്റെ പാട്ടിൽ രേണു ഡാൻസ് കളിക്കുന്നു. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിവിൻ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ നിന്ന് മാറി എഴുന്നേറ്റ് രേണുവിനൊപ്പം ഡാൻസ് കളിക്കുന്നു. അങ്ങനെ ലൈവിൽ ഇപ്പോൾ രാജഭരണം അനീഷിൻ്റെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.